അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് കുഞ്ഞു പാചക വിശേഷങ്ങളും വാചക വിശേഷങ്ങളും പിന്നെ ഇന്ന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു നല്ലൊരു ടിപ്സ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ്. സ്പോട്ടിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പം നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് ഇറങ്ങാം. ഒരു 5 മിനിറ്റ് പോലും എടുക്കത്തില്ലെന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ പിന്നെ കൂടുതൽ വിശദീകരണങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളും ടിപ്സുകളും എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പം ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ, നല്ലൊരു അന്തരീക്ഷമാണ് രാവിലെ. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഒരുങ്ങി നിൽക്കുവാണ്. ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ പഴവീട് അമ്പലം. ഇപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് ജോലിയെല്ലാം കഴിഞ്ഞു. അപ്പം ഇന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് റെഡി ആയിട്ടിരിക്കുക. മഴയില്ല കേട്ടോ, മഴയില്ലെങ്കിൽ തന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു സന്തോഷമൊക്കെ കിട്ടും. മഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെളിയിലോട്ടൊക്കെ ഇറങ്ങാനായിട്ട് ഭയങ്കര മടിയല്ലേ. മഴ അയ്യോ ഇങ്ങോട്ടിറങ്ങുമ്പോൾ പറയുമല്ലേ. അതുകൊണ്ട് ഇന്ന് മഴയൊന്നും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥയാണ്. ഇനി അറിയത്തില്ല കേട്ടോ, പ്രകൃതിയുടെ സ്വഭാവം കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പോയിട്ട് വരട്ടെ. അപ്പം നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാൻ സമയമായി. ഇന്ന് വലിയ കറിയൊന്നും വെക്കാനില്ല കേട്ടോ. എന്ന് നിങ്ങൾ വിചാരിക്കും ഞാൻ ഇന്ന് ഉടായി അല്ലേ. അപ്പൊ ഇന്നലെ നമ്മൾ മത്തി പൊള്ളുന്ന വിലയ്ക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ കഴിച്ചു. നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് മീനില്ലെങ്കിൽ ഉറക്കം വരത്തില്ലല്ലോ. നമുക്ക് കുഞ്ഞു മീനൊക്കെ കിട്ടിയാൽ മതി കേട്ടോ, അതൊക്കെ തന്നെ ധാരാളം. അപ്പൊ ആ മത്തിക്കറിയുടെ ഇരിപ്പുണ്ട്. പിന്നെ പാവയ്ക്ക, ഒരു വലിയ പാവയ്ക്കായിരുന്നു, അത് മെഴുക്കോട്ടി വെച്ചതിൻ്റെ ഇരിപ്പുണ്ട്. അതിനെ ഇനി ഒന്ന് നമുക്ക് ചൂടാക്കിയാൽ മാത്രം മതി. ഒരു ശകലം മോരുകറി ഇരിപ്പുണ്ട്. പിന്നെ മത്തി വറക്കാൻ 2 എണ്ണം, അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ 2 പേര്, അതുകൊണ്ട് ഓരോ മത്തി വറുത്തത്. കൂടുതൽ തിന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. സത്യം പറഞ്ഞാൽ അതല്ല, മത്തിയുടെ വില അനുസരിച്ച് മത്തി എത്രയാ കിട്ടിയെന്ന് എല്ലാവർക്കും അറിയാലോ, അത്ര ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം വേറെ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ച് നമുക്കൊരു പപ്പടം മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നു. എല്ലാവരും പപ്പടം ചമ്മന്തി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. പപ്പടം മെഴുക്കുപുരട്ടിയും കേട്ടിട്ടുള്ളവരുണ്ട്, കേട്ടിട്ടില്ലാത്തവരും ഉണ്ട് ഇല്ലേ. എന്തായാലും നമുക്കിന്ന് പപ്പടം ഒന്ന് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം. പപ്പടം മെഴുക്കുപുരട്ടി എന്നാ പിന്നെ പപ്പടം കാച്ചി അങ്ങനെ തന്നെ തിന്നാ പോരേ എന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് പപ്പടം മെഴുക്കുപുരട്ടി തിന്നണമെങ്കിൽ പപ്പടം കാച്ചി തിന്നാൽ ശരിയാകത്തില്ലല്ലോ. അപ്പം നമുക്കിന്നൊരു പപ്പടം മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം. പപ്പടം മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ എടുത്ത്, ചെറിയ ഉള്ളിയൊക്കെ തീർന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഉള്ളി ഇട്ടിരിക്കുന്ന കൊട്ട താപ്പി പെറുക്കി കിട്ടിയപ്പം ഇത്രയും ചെറിയ ഉള്ളി കിട്ടിയായിരുന്നു. ഇത് ധാരാളം. പിന്നെ ഇനി സാധനമൊക്കെ വാങ്ങിക്കാനൊക്കെ ആയി. ഇനി സാധനം എടുക്കണം. 1 മാസത്തേക്കുള്ള സാധനം ഒന്നിച്ചെടുത്താൽ 1 മാസത്തേക്ക് പിന്നെ മിണ്ടാതിരിക്കാമല്ലോ. എന്നാലും ചില സാധനങ്ങളൊക്കെ തീരുമല്ലേ. അപ്പൊ എന്താ ഇത്ര ചുമന്നുള്ളി, ചെറിയ ഉള്ളി എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പൊ എന്ത് കാര്യമാണെങ്കിലും അതിന് സവോളയെക്കാട്ടിലും നല്ലത് ചെറിയ ഉള്ളി തന്നെയാണ്. നമുക്ക് പിന്നെ ഇങ്ങനെ ഒരിക്കലൊക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളിങ്ങനെ സവോളയിലോട്ട് അഭയം പ്രാപിക്കും അല്ലെ. പക്ഷെ ഇതിന് സവോള അഭയം പ്രാപിച്ചാൽ പോരാ, ഇതിന് ചെറിയ ഉള്ളി തന്നെ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ ഇത്രയും ഉള്ളി അരിഞ്ഞെടുത്തപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു രാവിലെ. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ, കരഞ്ഞൊക്കെ കഴിഞ്ഞിട്ടാണ് ആലോചിച്ചത്, അയ്യോ നമ്മുടെ പിച്ചാത്തിയുടെ അറ്റത്തൊരു ഉള്ളി കുത്തിവെച്ചാൽ മതിയായിരുന്നു എന്നുള്ള കാര്യം പിന്നെയാണ് ബോധം വന്നത് കേട്ടോ. ബോധം വന്നപ്പോഴത്തേക്കും ഉള്ളി അരിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി കൂടുതൽ പാചകങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഉള്ളി അരിഞ്ഞെടുത്തു. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില എടുക്കുക കണ്ടല്ലോ. ഇനി ഇപ്പം നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുളക് പൊടിച്ചെടുത്തത്, നമ്മൾ അത് വലിയ ചില്ലി ഫ്ലെക്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മുടെ തന്നെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുളക്, വറ്റൽമുളക് നമ്മൾ പിന്നെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ദാ ഈ കാണുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. പണ്ടൊന്നും അതൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ലായിരുന്നല്ലേ. ഇപ്പം എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഇത് ഞാൻ വാങ്ങിക്കാനൊന്നും പോയില്ല. ഞാനൊരു 5-6 വറ്റൽമുളക് എടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒറ്റ കറക്കും വെച്ച് കൊടുത്തു. ഒന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് പൊടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിയും. പക്ഷെ ഇത് വെയിലത്തൊന്നും വെക്കാനൊന്നും ഞാൻ നിന്നില്ല. എനിക്കതിനുള്ള ക്ഷമയൊന്നും ഇല്ലായിരുന്നു. ഒന്നാമത് വെയിൽ മങ്ങിയിരിക്കുന്നത്. പിന്നെ ഇനി എത്ര നേരം അവിടെ നിന്നാലാന്ന് വെച്ച് ഞാൻ അതിലൊന്നും പോയില്ല. അപ്പം മുളകൊന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുമുണ്ട്.
ഇത്രേ സാധനങ്ങളൊക്കെ ഉള്ളൂ ഒരു പപ്പടം മെഴുക്കോട്ടി ഉണ്ടാക്കാനായിട്ട്. പിന്നെ ലേശം മുളക് പൊടി, അതും നമ്മുടെ അടുത്ത് എപ്പോഴും ഉള്ളതാണ്. പിന്നെ നമുക്ക് പപ്പടം വേണമല്ലോ, പപ്പട ചമ്മന്തിക്ക് പപ്പടം ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പൊ പപ്പടം എടുത്തിട്ടുണ്ട്. ഇനി ഈ പപ്പടത്തിനെ നമുക്കൊന്ന് ചെറുതായിട്ട് കണ്ടിച്ചെടുക്കാം. അപ്പൊ ഞാനേ ഒരു കത്രിക എടുത്തോണ്ട് വരാം. കത്രിക എന്ത് ചെയ്യായിരുന്നു നമ്മുടെ പേരെടുത്ത് വെച്ച കത്രിക എടുത്തോണ്ട് വരട്ടെ. കത്രിക കുറെ കത്രിക എൻ്റെ പോയതാ. അപ്പൊ പിന്നെ ഞാനത് എപ്പോഴും ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ ഈർപ്പൊക്കെ കളയാൻ വേണ്ടിയിട്ട് വെയിലത്തോട്ടൊന്ന് വെക്കുക പതിവുണ്ട്. എടുത്തോണ്ട് വരട്ടെ. നല്ല സൂപ്പറായി. അല്ലെങ്കിലുണ്ടല്ലോ നമ്മളിത് ശരിക്കും നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ടില്ലേ, കത്രിക നേരെ വെച്ചില്ലെങ്കിലേ ഇവിടെ ഈ നമ്മുടെ ഇവിടെ അങ്ങ് ഇത് തുരുമ്പെടുത്തിട്ട് ഇതങ്ങ് വിട്ടുപോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ പപ്പടം ഒന്ന് ചെറുതായിട്ട് കണ്ടിച്ചെടുക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കണ്ടിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് കണ്ടിച്ചെടുക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു നമ്മുടെ ഡയമണ്ട് ഇല്ലേ, ഡയമണ്ട് ഷേപ്പ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പൊ അതുപോലെ ഒന്ന് കണ്ടിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ കണ്ടിച്ചെടുക്കാം. ഇത് കുറെ പേർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ, എനിക്ക് മാത്രമൊന്നും അല്ല, ഇതെല്ലാം കുറെ പേർക്കൊക്കെ അറിയായിരിക്കും. പിന്നെ അറിയാൻ വയ്യാത്തവരും കാണും കേട്ടോ. ഇനിയിപ്പൊ ഇത് ഒന്നുകൂടെ കണ്ടിക്കുമ്പോ ചെറുതായി പോകുമെന്ന് തോന്നും. സാരമില്ല, നമുക്ക് കണ്ടിക്കാം. എന്നിട്ട് നമ്മളങ്ങ് ചെരിച്ചങ്ങ് കണ്ടിച്ചു കൊടുക്കുക. അതാണ് നമ്മൾ പറഞ്ഞ ഡയമണ്ട് ഷേപ്പ് എന്നല്ലേ. കണ്ടിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാവേ. ഇപ്പൊ തന്നെ കണ്ടിച്ചെടുത്തിട്ട് പെട്ടെന്ന് കണ്ടിച്ചെടുക്കാന്നല്ലേ. ഇന്ന് എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ആട്ടോ. നമ്മുടെ ആ സുകുടുംബം ചേച്ചിയുടെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു തോന്നി ഇന്നലെ ഇത്. അപ്പൊ ഇന്നലെ എൻ്റെ ഇളയ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്ന് എൻ്റെ മൂത്ത മോന്റെ ബർത്ത്ഡേ ആണ്. അവര് ജൂൺ 10ഉം 11ഉം ആയിട്ടാണ്. പക്ഷെ ഒരബദ്ധം പറ്റിപ്പോയായിരുന്നു. ഒരു ദിവസമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇതൊക്കെ നമ്മുടെ ഓരോ ദൈവത്തിന്റെ ഓരോ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഈ പപ്പടവും കൂടെ മുറിച്ചെടുക്കാം. പിന്നെ മക്കൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നില്ല. അവരുണ്ടെങ്കിലല്ലേ നമുക്കിതൊക്കെ ആഘോഷിക്കാനുള്ള ഒരു സന്തോഷമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം അവരില്ലാത്തതുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നില്ല. പിന്നെ നമ്മുടെ മക്കൾ എത്ര വലുതായാലും നമുക്ക് കുഞ്ഞുങ്ങൾ തന്നെയല്ലേ അവര്. അതുകൊണ്ട് ഞാൻ ഉടുപ്പൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അവരോട് പറഞ്ഞു ഇഷ്ടമുള്ളത് എടുത്തോ, ഓൺലൈനിൽ നിന്ന് ഇഷ്ടമുള്ളത്, അവര് ഓൺലൈൻകാരൻ, ഓൺലൈനിൽ നിന്ന് ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞ് എടുത്തു. അപ്പൊ ഇന്നലെ ഉടുപ്പ് വന്നിട്ടുണ്ട്. അതാ പറഞ്ഞേ, നമുക്കിപ്പം നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടിയാലും നമുക്കവർ കുഞ്ഞു പിള്ളേർ തന്നെ അല്ലേ. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ അല്ലേ. ഞാൻ വീട്ടിൽ ചെല്ലുമ്പം അമ്മ എങ്ങനെയാ മക്കളെ മോളെ എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നത്, അതുപോലെ തന്നെയല്ലേ നമ്മുടെ മക്കളും നമുക്ക് അല്ലേ. അപ്പൊ എത്ര വലുതായാലും അവര് കുഞ്ഞുമക്കൾ തന്നെയാണ് നമുക്കല്ലേ. അത് ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിച്ച് കൊടുക്കത്തുമില്ല അല്ലേ. അപ്പൊ എന്താ പപ്പടം എല്ലാം എന്താ കണ്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ട. ഇതേപോലെ നല്ല ഡയമണ്ട് ഷേപ്പിൽ ഞാൻ കണ്ടിച്ചെടുത്തു. അത്രയ്ക്ക് നല്ല ഷേപ്പ് ഒന്നും കിട്ടിയില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതേമാതിരിയാണ് കണ്ടിച്ചെടുത്തത്. ഇനി നമുക്ക് ഈ പപ്പടത്തിനെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമുക്കതിന് ചീനച്ചട്ടി വെച്ച് കൊടുത്തേക്കാം. പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇന്നിപ്പം എന്താ ഇവിടെ ഇത്രയും നേരമായിട്ട് മഴ പെയ്തിട്ടില്ല. ഇന്നലെ വൈകിട്ടില്ല നല്ല അടിപൊളി ഒരു മഴ. ഇന്നലെ ഞാൻ ആരുടെ ചാനലാന്ന് ഓർക്കുന്നില്ല കേട്ടോ. ആരുടെയോ ചാനൽ കണ്ടുകൊണ്ടിരുന്നപ്പം ആ ചാനലിനകത്ത് ഭയങ്കര മഴയായിരുന്നു. ഏത് ചാനലാണെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. ഭയങ്കര മഴയായിരുന്നു. അപ്പോഴത്തേക്കും എനിക്കപ്പം ഈ ചാനൽ കാണുമ്പോൾ അതിന്റെ മഴയുണ്ട്, പക്ഷെ ഇവിടെയും മഴയുടെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അകത്തിരിക്കുവാ ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞേ, അയ്യോ നമുക്ക് ഇവിടെ ഭയങ്കര മഴയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ എന്തോന്നറിയാ, അത് ചാനലിനകത്തെ മഴയാന്ന്. എവിടുന്ന്? ഞാനപ്പൊ അതിന്റെ ഒന്ന് വോളിയം കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ ഇവിടെ അതിലും വലിയ മഴ പെയ്യുന്നു. ഭയങ്കര മഴയായിരുന്നു ഇന്നലെ രാത്രി. സന്ധ്യ കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നിപ്പോ ഇതുവരെ പെയ്തിട്ടില്ല. ഇനി പക്ഷെ ഇത്രയും മഴയൊക്കെ പെയ്തിട്ടും ചൂടിന് ഒരു കുറവും ഇല്ലല്ലേ. അങ്ങനെയല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു.
പിന്നെ പറയുന്നതിനൊക്കെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ സുകുടുംബം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു ഹായ് പറയണമെന്ന്. അപ്പം ചേച്ചി വലിയൊരു ഹായ് കേട്ടോ. ഹായ് ചോദിക്കുന്നവർക്ക് ഹായ് കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? അപ്പം അല്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയ ഗമയാണൊക്കെ ഓർക്കത്തില്ലേ? നമുക്ക് അങ്ങനെ ഗമയൊന്നും ഇല്ലാത്ത ആൾക്കാരാ അല്ലേ? വെറുതെ സാധാരണക്കാരല്ലേ? എല്ലാവരും ഒരേപോലെ എന്താ പറയുന്നത്, നമ്മൾ ഒരു കുടയുടെ കീഴിൽ കഴിയുന്നവരല്ലേ നമ്മളെല്ലാവരും തന്നെ അല്ലേ? യൂട്യൂബ് ചെയ്യുന്ന എല്ലാവരും അങ്ങനെ തന്നെയൊക്കെയല്ലേ? അപ്പം നമ്മുടെ ഈ എണ്ണ ഒന്ന് മൂത്ത് വരട്ടെ. എണ്ണ ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് ഈ പപ്പടത്തിനെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ആർക്കും പെട്ടെന്ന് ഇന്നിപ്പം നോക്കിയിരുന്നിട്ട് കറിയൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കറിയുടെ കൂടെ ഒരു കറി എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ പപ്പടം മെഴുക്കോട്ടെ, നമ്മുടെ പയറ് മെഴുക്കോട്ടി, പാവയ്ക്ക് മെഴുക്കോട്ടി, വെണ്ടയ്ക്ക് മെഴുക്കോട്ടി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് പപ്പടം മെഴുക്കോട്ടി ഉണ്ടാക്കാം അല്ലേ? ഇത് അറിയാൻ വയ്യാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ മൂത്തോന്ന് നമുക്ക് നോക്കാം. ഒരു ശകലം കൂടെ മൂക്കണം. അപ്പോൾ ശകലം കൂടെ മൂത്ത് വരട്ടെ, അല്ല നിങ്ങൾക്ക് ദേഷ്യം വരികയും ചെയ്യും, വീഡിയോയിൽ എന്തായി പോവുകയും ചെയ്യും. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് മൂത്തു. ഞാനപ്പം എന്താ കുറച്ച് പപ്പടം ഇട്ട് കൊടുത്തു. ഇതിപ്പം 2 പ്രാവശ്യമായിട്ട് ഇടാന്ന് വെച്ചു, അല്ലെങ്കിൽ എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് മൂക്കാതെ മൂത്തും എണ്ണയ്ക്കകത്ത് മുങ്ങാതെ മുങ്ങി ഒക്കെ വരും. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. അപ്പം ഇതൊന്ന് ഇത് കണ്ടോ, അപ്പം നന്നായിട്ട് ഇതേ വീർത്തൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പപ്പടം. അപ്പം നമുക്കിത് കോരി എടുത്തേക്കാം. ഇത്രയൊക്കെ മതി കേട്ടോ. കൂടുതൽ മൂത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഇത്രയും ഇതിനെ നമുക്ക് കോരിയെടുക്കാം. അറിയാൻ വയ്യാത്തവർ വിചാരിക്കല്ലേ ഇവളിപ്പോൾ ഇതെന്താ കാണിക്കാൻ പോവാന്നല്ലേ? നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി നോക്കിയ കാര്യങ്ങളൊക്കെ ഇല്ലേ പറയാറുള്ളൂ. അപ്പം നമുക്ക് ഇതും കൂടെ വറുത്തെടുക്കാം. എളുപ്പം എന്നാ കേട്ടോ. എളുപ്പമല്ലാത്ത കാര്യമൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ലല്ലോ അല്ലേ? എളുപ്പമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അപ്പം ഇത് നമുക്ക് കോരിയെടുക്കാം. പിന്നെ എന്താ പറയാൻ വന്നെ, ഇന്നലത്തെ ആണോ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞാനൊരു കല്യാണ റിസപ്ഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇത് പപ്പടം വറുത്തെടുത്തേ കണ്ട. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി നമുക്കുണ്ടല്ലോ വേറൊരു പാത്രം വെച്ച് കൊടുക്കാം. ഇതിനകത്ത് എണ്ണ കൂടുതലാണ്. പറയാമെന്ന കാര്യം ഞാൻ പറയാം കേട്ടോ എനിക്ക്. അപ്പം നമുക്കിതൊന്ന് സ്വസ്ഥമായിട്ടായിട്ട് പാത്രം ഈ ഗ്യാസ് വെറുതെ കത്തത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഇതിങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഇതാവട്ടെ. ഇതിനകത്ത് വെള്ളമുണ്ട്, അതൊന്ന് വലിയട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് ഈ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം അതിന് മുന്നേ പറയാമെന്ന കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു റിസപ്ഷന് പോയ കാര്യം പറഞ്ഞായിരുന്നല്ലോ, കല്യാണത്തിന്റെ റിസപ്ഷന്. അപ്പൊ റിസപ്ഷന് പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ പഴവീട്ടിൽ നിന്നാണ് ലോട്ടറി അടിച്ചിരിക്കുക. പഴവീട്ടിലെ ഒരാൾക്കാണ് ലോട്ടറി അടിച്ചിരിക്കുന്നതും പിന്നെ പഴവീട്ടിലെ ഒരു കടയിൽ നിന്നാണ് ഈ അടിച്ച ആള് ലോട്ടറി എടുത്തിരിക്കുന്നതും. അപ്പം ഞാൻ ആ ലോട്ടറി എടുത്തിരിക്കുന്ന കടയിലെ ജയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ജയൻ ഞങ്ങളുമായിട്ടൊക്കെ കൂട്ടാതെ ഞാൻ പറഞ്ഞില്ലേ. അപ്പം ആ വീഡിയോയും കൂടി ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പം ജയെ കാണിച്ചു തരാം, അറിയാൻ വയ്യാത്തവർക്കൊക്കെ കാണിച്ചു തരാം. അപ്പം റിസപ്ഷന് ചെന്നപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ കണ്ടു. അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്ന് അവിടെ സംസാരിച്ചു. അപ്പം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്കിനി പപ്പടത്തിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഇനിയിപ്പോൾ ഈ പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ പപ്പടം കാച്ചിയ വെളിച്ചെണ്ണ തന്നെയാണ് ഇതിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമുക്ക് ഇതിനകത്തിടാം. ഇതിനകത്തിട്ടിട്ട് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇത് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും ബ്രൗൺ കളറൊന്നും ആകണ്ട. ബ്രൗൺ കളറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് ബ്രൗൺ കളർ ആകണ്ട, ഒരുമാതിരി ഒന്ന് വാടട്ടെ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് വെക്കാം, എപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതൊന്ന് വഴണ്ട് വരട്ടെ. കണ്ട ഇതുപോലെ
വഴണ്ട് വന്നാൽ മതി കേട്ടോ. കൂടുതൽ വഴണ്ട, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് കഴിക്കാൻ നേരം ഉണ്ടാക്കി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പപ്പടം തണുത്തു പോകും, മനസ്സിലായോ? അപ്പം പപ്പടം തണുക്കരുത്. പപ്പടം തണുക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം എന്നറിയാവോ? ഇതൊക്കെ വഴറ്റി വെക്കണം, എല്ലാം റെഡിയാക്കി വെക്കണം. ലാസ്റ്റ് മാത്രമേ ഈ പപ്പടം ചേർത്ത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് തണുക്കാത്ത വല്ല ഡപ്പയിലോ വല്ല ഇട്ട് അടച്ചു വെക്കണം. പിന്നെ ഇപ്പം ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കണ്ട കേട്ടോ. പപ്പടത്തിന് ഉപ്പുള്ളതാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തുനിന്ന് ഞാൻ ഒരു 2 സ്പൂണ് ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് കൊടുക്കുക. കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എരിവാകും. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എരിവ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇനി ഒഴിക്കുന്നില്ല, കാരണം ഇതിൻ്റെ ആവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് തീരെ ഡ്രൈ ആയിട്ടിരിക്കുവാണെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതുണ്ട്, ഇതിപ്പോൾ ഇതിനകത്ത് വെളിച്ചെണ്ണയുണ്ട്. ഇതിനകത്ത് ഇനി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പം ഞാനിപ്പോൾ ഒരു ശകലം മുളക് പൊടിയും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകും. ഒരു തുള്ളി മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണ്. അപ്പം പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര എരിവായി പോകത്തില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇല്ല, ഇത് കാശ്മീരി ചില്ലിയാണ്. അപ്പം അതും കൂടി ഇതിനകത്തോട്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഇങ്ങനെ ഇതിൻ്റെ ഇപ്പം നമ്മൾ മുളക് പൊടി ചേർത്തില്ലേ, അതിൻ്റെ പച്ചമണം ഒന്ന് ചെറുതായിട്ട്. അപ്പം നമുക്ക് ഈ പപ്പടം ഇതിനകത്തോട്ട് ഇനി ചേർത്ത് വെക്കാം എന്നല്ല, ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് സൂക്ഷിച്ചിട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, പപ്പടത്തിന് നല്ല ഉപ്പുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അല്ലെ നമ്മൾ കുറെ ഉപ്പും കൂടെ കുടഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞു, അയ്യോ ഭയങ്കര ഉപ്പായി പോയി. ഈ അജിത ചേച്ചിയുടെ ഒരു കാര്യം എന്നൊന്നും ആരും പറഞ്ഞേക്കല്ലേ. നമ്മളിങ്ങനെ ഇടക്കുമ്പോഴത്തേക്കും സൂക്ഷിച്ചിളക്കണം. പപ്പടം ഉണ്ടല്ലോ പൊടിഞ്ഞു പോകരുത് കേട്ടോ. അതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ ഉള്ളിയും മുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതുമായിട്ടൊന്ന് മിക്സ് ആവണം കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പൊ എന്താ നമ്മുടെ പപ്പട ചമ്മന്തി പപ്പട ചമ്മന്തി അല്ല കേട്ടോ, പപ്പടം മെഴുക്കുവരട്ടി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. കൊറോണ എടുത്ത് കഴിച്ചാലോ, സൂപ്പർ. ഇത് മതി. ഇതും ഒരു രസം ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം സുഭിക്ഷം. ഇപ്പൊ ഞങ്ങൾ ഇനി ചോറുണ്ടട്ടെ. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷു ബമ്പർ അടിച്ചത് ആലപ്പുഴ പഴവീട്ടിൽ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ന്യൂസിനകത്തൊക്കെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും അത് കണ്ടു കഴിഞ്ഞ് കാണുമല്ലോ. അപ്പം ഒരു കല്യാണ റിസപ്ഷന് വന്നാണ്. അവിടെ വെച്ചാണ് ഞങ്ങൾ ജയയെ കാണുന്നത്. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ജയമാരാകട്ടെ രണ്ടുപേരും എൻ്റെ കൂട്ടുകാർ തന്നെയാണ്. പിന്നെ ആ പീക്കോക്ക് ബ്ലൂ സാരി കൊടുത്തതാണ് ജയ. ഈ ജയയുടെ കടയിൽ നിന്നാണ് ഈ ജയ വിറ്റ ലോട്ടറി ടിക്കറ്റിനാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. അപ്പം ജയയോട് ഞങ്ങൾ ചോദിക്കുമായിരുന്നു, ജയ വിറ്റ ടിക്കറ്റിനാണോ പ്രൈസ് എന്നൊക്കെ ജയയ്ക്ക് അറിയാമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ പറഞ്ഞില്ല, ആദ്യം അറിയത്തില്ലായിരുന്നു, അത് കഴിഞ്ഞാണ് അതൊക്കെ അറിഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അറിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം പഴവീട്ടിലമ്മ തന്ന അനുഗ്രഹമാണെന്നൊക്കെ ജയ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിന്ന് പറയുമായിരുന്നതൊക്കെ കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു അതിന്. പാവം അല്ലേ, രക്ഷപ്പെടട്ടെ. അപ്പം റിസപ്ഷന് വന്നപ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടിയതാണ്. അപ്പം ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ആയിരുന്നു കല്യാണം, അതിൻ്റെ റിസപ്ഷൻ വൈകിട്ടായിരുന്നു. അപ്പം കണ്ടത്. അപ്പം നമുക്ക് നമ്മുടെ ടിപ്സിലേക്ക് പോകാം. സൂപ്പർ ടിപ്സാണ്, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം എന്താന്ന്. ഏറ്റവും എളുപ്പമുള്ള സാധനങ്ങൾ, അതായത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഉള്ള നല്ലൊരു അടിപൊളി ടിപ്സാണ്. സാധനങ്ങളൊന്നും അന്വേഷിച്ച് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഈ ഓരോ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇത് ആകപ്പാടെ ഒരു സ്റ്റെപ്പേ ഉള്ളൂ. ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്കത് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം എന്താ, ഞാനിപ്പം മുഖം നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാലെടുത്തിട്ട് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഞാനിപ്പം മുഖം നന്നായിട്ട് കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് അരിപ്പൊടിയാണ്. ഈ അരിപ്പൊടി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട് അല്ലേ? അരിപ്പൊടി ഇല്ലാത്ത വീട് കാണത്തില്ലല്ലോ. എല്ലാവരുടെ വീട്ടിലും അരിപ്പൊടിയുണ്ട്. പുട്ടും അല്ലേ, ഇടിയപ്പവും അല്ലേ, അപ്പവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ട് അരിപ്പൊടി. ആ അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ അരിപ്പൊടിയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്ലെൻസറാണ്, സ്ക്രബ്ബറാണ്. പിന്നെ ഇത് നമ്മുടെ മുഖത്ത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒട്ടനടി തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് വെളുത്ത് നല്ല ഗ്ലോയൊക്കെ ആകുന്ന ഒരു ഇത് നമുക്ക് കിട്ടുകയും ചെയ്യും. ഉറപ്പായിട്ടും കിട്ടും ഈ അരിപ്പൊടി. അങ്ങനെ അരിപ്പൊടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് തൈരാണ്. തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ മുഖത്തിന് ഒത്തിരി ഇതാക്കാനൊക്കെ ആയിട്ട് നമ്മുടെ തൈര് ഒരുപാട് നല്ലതാണ് അല്ലേ? നമ്മളിങ്ങനെ തൈര് ഇങ്ങനെ തേച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ മുഖം നമ്മളിങ്ങനെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സോഫ്റ്റൊക്കെ തോന്നും. പിന്നെ ഒരു ഗ്ലോയൊക്കെ തോന്നും അല്ലേ? മുഖത്തിനൊരു ഗ്ലേസിങ് ഒക്കെ നമുക്ക് തോന്നും ഈ തൈര് നമ്മുടെ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ. പിന്നെ അടുത്ത് നമുക്ക് ഇതിനകത്ത് ഇടാൻ പോകുന്ന ഒരു സാധനമാണ്. ഇപ്പം ഇത് രണ്ടും മനസ്സിലല്ലോ, അരിപ്പൊടിയും തൈരും. പിന്നത്തെ കാര്യമാണ് കാപ്പിപ്പൊടി. ഇത് ഇൻസ്റ്റന്റ് ആണ്. ഇത് കണ്ട് നിങ്ങളുടെയൊക്കെ എവിടെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ടാറ്റയുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ്. സൂപ്പറായിട്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ശകലം ഇട്ട് കഴിഞ്ഞാൽ നല്ല കടുപ്പമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതുപോലെ പാക്കറ്റ് വാങ്ങിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അങ്ങോട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പം അതിന് ഇടാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഓരോ പാക്കറ്റ് പൊട്ടിച്ച് നമുക്ക് കാപ്പി ഉണ്ടാക്കാനാണേലും എടുക്കാം. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ അനുസരിച്ച് ഇതുപോലെ ടിപ്സൊക്കെ ചെയ്യാനും എടുക്കാം. കാപ്പിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാലോ, കാപ്പിപ്പൊടി നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതും ഈ അരിപ്പൊടിയുടെ കാര്യം പറയുന്ന പോലെ തന്നെ നല്ല ഗ്ലോയൊക്കെ ആയിട്ടൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ ഈ കണ്ണിനടിയിലെ കറുപ്പും ഒക്കെ മാറാനായിട്ട് നമുക്ക് ഈ കാപ്പിപ്പൊടി ഒരുപാട് നല്ലതാണ്. ഇനിയിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് തേനാണ്. തേൻ ഇപ്പം ഇതിനകത്ത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. തേനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈ സ്കിന്നൊക്കെ ഇല്ലേ, ഡ്രൈ സ്കിന്നുകാർക്ക് കുറച്ച് തേനും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പം തേനില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇത്രയും സാധനങ്ങളൊക്കെ തന്നെ ധാരാളം മതിയാകും. അപ്പം നമുക്കിത് എങ്ങനെയാണ് നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്കിതിനകത്തേക്ക് ഇത് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അരിപ്പൊടിക്കകത്തോട്ട് ഞാൻ കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കും. കുറച്ച് കാപ്പിപ്പൊടി, കുറച്ച് മതി കേട്ടോ, എല്ലാം കുറേശ്ശെ മതി. ഞാനിപ്പോൾ ഈ അരിപ്പൊടിയുടെ ഒന്നും അളവ് പറഞ്ഞിട്ടില്ല. അരിപ്പൊടിയുടെയൊക്കെ അളവ് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് എത്ര ആവശ്യമാണോ അത്രയും എടുത്തേച്ചാൽ മതി കേട്ടോ. ഞാനിവിടെ പാക്കൊക്കെ തയ്യാറാക്കുന്ന നമ്മുടെ പൂച്ചക്കുട്ടൻ വെളിയിൽ നിന്നിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ ഇരിക്കും, ഞാനിപ്പോൾ വരാം. അപ്പം എന്താ, ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാനിപ്പം തേനൊരു ശകലം ഒഴിച്ച് കൊടുക്കുവാണ്. എനിക്കിപ്പോൾ തേൻ ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് ശരിക്കും ഡ്രൈ സ്കിൻ അല്ല. എന്നാലും ഞാനിപ്പോൾ ഒരു ശകലം ഒഴിച്ച് കൊടുക്കുക. തേൻ ഒഴിച്ച് കൊടുത്തെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല, നല്ലത് തന്നെയാണ് നമ്മുടെ ഫേസിന്. ഇത് അടച്ചു വെക്കട്ടെ. ഒന്ന് പതുക്കെ ഇങ്ങനെ തുറന്നിട്ട് അടച്ചാൽ മതി. ഉറുമ്പ് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ പുറത്തെല്ലാം വന്നിരിക്കുന്ന കാണാം. അപ്പം ഇതിൻ്റെ പുറം ഞാനൊന്ന് കഴുകിയിട്ട് വെക്കും. കഴുകിയിട്ട് വെക്കുമ്പോഴത്തേക്കും ഉറുമ്പ് വിചാരിക്കും ഇതിനകത്ത് വേറെ എന്തോ സാധനമാണെന്ന് പറഞ്ഞ് ഉറുമ്പിൻ്റെ വഴുകി പോകും. അതൊക്കെ പോട്ടെ. അപ്പം ഇത് രണ്ടും എടുത്തു. ഇത് മൂന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി, കാപ്പിപ്പൊടി, തേന്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഖത്ത് തേക്കുന്ന ഒരു പരുവം ഉണ്ടല്ലോ, അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിനകത്തോട്ട് തൈര് ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഇത് പിടിക്കത്തില്ല. അപ്പം അതേപോലെ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ വീണ്ടും തൈര് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് പോരാ. അപ്പം ഇതിനകത്തോട്ട് ഞാൻ കുറച്ചുകൂടെ തൈര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു ക്രീമി പരുവായിട്ട് കിട്ടും. കണ്ട,
കാപ്പിപ്പൊടിയുടെയും തൈരിൻ്റെയും അരിപ്പൊടിയും പിന്നെ തേനും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോഴത്തേക്കും നല്ല ഒരു കളർ ഇതാ വന്ന് കണ്ട. ഇനിയിപ്പോൾ ഇത് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ട, എല്ലാവർക്കും മനസ്സിലായാലും ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഇത്രയും പാടേ ഉള്ളൂ, ഇതിന് ഒരു പാടും ഇല്ലെന്ന് തന്നെ പറയാം. ഇനിയിപ്പം നമുക്കിത് ഫേസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാവേ. തേച്ച് കൊടുത്തിട്ട് നമുക്ക് മസാജ് ചെയ്യാം. അതുപോലെ ഈ അരിപ്പൊടിക്ക് ഒരു ഗുണം കൂടെ ഉണ്ട്. നമ്മുടെ ഈ സ്കിന്നൊക്കെ ഇല്ലേ, നമുക്ക് ഏജൊക്കെ കൂടുതലാകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ ഒരുമാതിരി ഇങ്ങനെ ഈ എന്താ പറയുന്നത്, ഈ അയഞ്ഞയഞ്ഞ് വരും അല്ലേ, ചുളിവുകളൊക്കെ വീഴും അല്ലേ. അപ്പോൾ ആ ചുളിവുകളെയൊക്കെ കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കുക. സ്കിൻ ടൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ അരിപ്പൊടിയുടെ ഈ പായ്ക്ക് ഒരുപാട് നല്ലതാണ്. നമുക്കിതിട്ട് ഒരു ശകലം കഴിയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ സ്കിൻ ഇങ്ങനെ നല്ല ടൈറ്റ് ആകുന്ന പോലെ തോന്നുമല്ല അതെ. അപ്പം ഇത് അരിപ്പൊടി ഉണങ്ങുമ്പോഴത്തേക്ക് അങ്ങനെ. അപ്പം നമുക്ക് സ്കിൻ ടൈറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ പായ്ക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അപ്പം തന്നെ ഇതിപ്പം കഴുകുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ അറിയാനും പറ്റും. നമ്മുടെ കണ്ണിനടിയിലൊക്കെ പതുക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. നമ്മുടെ കണ്ണിനടിയിലെ ഈ ഡാർക്ക് സ്പോട്ട്, കറുപ്പ് നിറമൊക്കെ മാറാനും ഒക്കെ ഇത് ഒരുപാട് നല്ലൊരു പായ്ക്കാണ്. ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയ പായ്ക്കാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലാത്ത ഒന്നും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാറില്ല. അപ്പോൾ ഇത് 100% ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഇങ്ങനെ ഓരോ പാക്ക് ചെയ്യുന്നുണ്ട്, ഇതിൽ ഏത് പാക്ക് ഞങ്ങൾ ചെയ്യും എന്ന് കുറേ പേര് ആലോചിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഈ പല പാക്ക് കാണിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. ഞാൻ ഈ സ്പോട്ടിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതും കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നല്ലതാണ്. പെട്ടെന്ന് ഇതാകുമ്പോഴത്തേക്ക് ഏറ്റവും എളുപ്പം. ഇത് കണ്ട, ഇത് ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. ഇത് ഈ സ്റ്റെപ്പ് മാത്രം ചെയ്തിട്ട് നമ്മൾ പോയാലും നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ ഒക്കെ കിട്ടും കേട്ടോ. അപ്പം ഇത് കഴുകിയിട്ട് ഞാൻ കാണിക്കും. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കഴുത്തിലും ചെയ്യണം. ഇതിപ്പം ഞാൻ കഴുത്തിൽ ചെയ്യുന്നില്ല. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയിട്ടാണ് ഇത് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പം കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഇനിയും കഴുത്തിൽ ഇത് തേച്ച് കൊടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കൊരു ഇറിറ്റേഷനാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഇത് ചെയ്യുവാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നമുക്കങ്ങ് പോയി കുളിക്കാം. പിന്നെ ഒരു കാര്യമാണ്, ഇതിപ്പം ചെയ്തിട്ട് ആരും ഇത് കഴിയുന്ന ഉടനെ സോപ്പൊന്നും ഇട്ട് കഴുകാൻ പാടില്ല. ഇനി നമുക്കൊന്ന് മുഖത്തൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് ഞാൻ എല്ലാ ടിപ്സിലും പറയാറുണ്ട്. താഴേന്ന് മേളിലോട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. കണ്ടോ, കഴുത്തിലും ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിൽ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ ഇവിടെ പതുക്കെ വേണം ചെയ്ത് കൊടുക്കാൻ. ഇപ്പം നെറ്റിയിലെ ചുളിവുകളും ഒക്കെ മാറാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടും. അപ്പോൾ ഒരു മസാജ് ഒരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് മസാജ് ചെയ്ത് കൊടുക്കണേന്ന്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുഖത്ത് നല്ല ഒരു തുടിപ്പൊക്കെ കിട്ടും. അല്ലെങ്കിൽ മുഖത്തിനൊരു എന്താ പറയുന്നത്, ഒരു ഉണർവ് ഇല്ലാത്ത പോലെ ഇരിക്കും. അപ്പം എല്ലാവരും ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും, ഞാൻ പറയുന്നുണ്ട്, കുറച്ചൊരു ഏജ് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും വിചാരിക്കും വേറെ പണിയൊന്നുമില്ലേന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. ഇത് ചെയ്ത് നോക്കണം. നല്ലൊരു പാക്കാണ് ഇത് കേട്ടോ. തൈരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല സാധനങ്ങളാണ്. അരിപ്പൊടി, തേൻ, ഇതെല്ലാം നല്ല സാധനങ്ങളാണ്. തൈര്, ഇതെല്ലാം, കാപ്പിപ്പൊടി, ഇതെല്ലാം നല്ല സാധനങ്ങളാണ്. അതുകൊണ്ട് അതുമല്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് എല്ലാവരുടെ വീട്ടിലും ഉള്ളതുമാണ്. പിന്നെ ഈ ഒറ്റ പാക്ക് ഇട്ടാലും മതി, പലതായിട്ട് ചെയ്യുകയും വേണ്ട. അതുകൊണ്ട് പിന്നെ ഇത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിലും ആ സ്പോട്ടിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. മുഖം നന്നായിട്ട്
നല്ല തിളക്കം വരും. നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ഇത് ഞാൻ ചെയ്ത് നോക്കുന്നതാണ്. എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് റിസൾട്ട് കിട്ടുന്ന എല്ലാം ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഇത് മാതിരി മതി. ഇപ്പം 2-3 മിനിറ്റായിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മതി. അതിനുശേഷം ഇതുണ്ടല്ലോ ഒരു 15 മിനിറ്റ് വയ്ക്കുക. 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാകും. 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. അപ്പം ഇത് തുടച്ച് മാറ്റുമ്പോഴുള്ള അത്ഭുതം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമുക്ക് കാണാം. അപ്പം 15 മിനിറ്റായി ഈ പാക്ക് നമ്മുടെ മുഖത്തിലിട്ടിട്ട് അപ്പം നമുക്കിത് തുടച്ച് മാറ്റാം. ഇത് തുടച്ച് മാറ്റുമ്പോഴുള്ള അത്ഭുതം എൻ്റെ ദൈവമേ പറയാൻ വയ്യ. കണ്ട് അത് മനസ്സിലാക്കി. കണ്ടോ? ഇത് തുടച്ച് മാറ്റുമ്പോഴുള്ള അത്ഭുതം നോക്കിക്കേ. എന്തോ ഒരു തിളക്കാന്ന് നോക്കിക്കേ. മുഖത്ത് നല്ല ഗ്ലോ ആണ്. ഇപ്പൊ ശകല മുഖം തുടച്ചപ്പോഴേ നമുക്ക് ആ ഗ്ലോ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇനി മുഴുവൻ തുടയ്ക്കുമ്പോ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം അല്ലേ. കണ്ട നല്ല ഗ്ലോ ആണ്. അത് ഇനി നിങ്ങൾക്കിനി കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് ഈ വ്യത്യാസം നന്നായിട്ട് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. കണ്ട നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നല്ല നമ്മുടെ മുഖത്ത് നല്ല ഗ്ലോയാണ്. നമ്മൾ എന്തായാലും മുഖത്ത് എന്തോ ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. കണ്ട ഈ ഫേസിൽ ഓരോന്ന് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അറിയാം. നമ്മുടെ മുഖം കാണുമ്പോഴത്തേക്ക് എന്തോ ഇവള് മുഖത്ത് ചെയ്തിട്ടുണ്ട് എന്നറിയാം. കണ്ടോ? അപ്പം നമ്മൾ ഈ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുമാണ് നമ്മുടെ മുഖത്തെ ഈ ഗ്ലോയൊക്കെ നമുക്ക് നിലനിർത്താനായിട്ട് പറ്റത്തുള്ളൂ. കണ്ടോ? നല്ലതായിട്ട് തുടച്ച് എങ്ങനെയുണ്ട്? നല്ല ഗ്ലോ ഇല്ലേ? സൂപ്പറായില്ലേ? ഇനിയിപ്പം ഞാൻ ഒന്നും കൂടെ മുഖം ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പോകാൻ പറ്റാഞ്ഞിട്ടാണ്. ഇനി ഞാൻ മുഖം ഒന്നുകൂടെ കഴുകിയിട്ടൊക്കെ ഞാൻ വരാവേ. ഇനി ഒന്നുകൂടെ ശരിക്കും കഴുകട്ടെ. നമ്മളിങ്ങനെ വെള്ളം മുക്കി തുടച്ചാലും നമുക്കൊരു തൃപ്തി ആകത്തില്ലല്ലോ. അപ്പം ഞാൻ കഴുകിയിട്ട് ഇപ്പം വരാം. കഴുകിയിട്ട് ഞാനിപ്പം കാണിച്ചു തരാം കേട്ടോ. വേണ്ട ഞാൻ മുഖം നല്ലതുപോലെ കഴുകിയിട്ട് വന്നാലും നമുക്കൊരു സമാധാനമാകത്തുള്ളൂ അല്ലേ. തുടച്ചാലും നമുക്കതൊരു ഇതാകത്തില്ല. ഇപ്പം കണ്ടാ നമ്മുടെ മുഖത്തിനൊക്കെ നന്നായിട്ട് ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖം നല്ല വെളുത്ത് സുന്ദരമാക്കാം ഈ 5 മിനിറ്റ് കൊണ്ട്. ഈ ഒറ്റ പാക്കല്ലേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.